TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നിരവധി എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളെക്കുറിച്ചും അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളെക്കുറിച്ചും അവയുടെ ഫങ്ഷൻസിനെ കുറിച്ചും മനസ്സിലാക്കി. ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനകത്ത് ബ്രെയിനിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡാണ്. തലാമസിനടുത്തായിട്ട് ഫോർ ബ്രെയിനിൻ്റെ തലാമസ് എന്ന് പറയുന്ന ഭാഗത്തിനടുത്തായിട്ട് രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സും ചേരുന്ന ഭാഗത്തായിട്ട് കാണുന്ന ഒരു ചെറിയ ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. ഈ പീനിയൽ ഗ്ലാൻഡിനെ ജൈവ ഘടികാരം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്, അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് കാരണം പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്നൊരു ഹോർമോണുണ്ട്. ഈ ഹോർമോണാണ് ശരിക്കും നമ്മുടെ ആ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ, നമ്മുടെ ബോഡിയിലെ ഒരു 24 hour റിതം, ഉറങ്ങാനും അതുപോലെ തന്നെ രാവിലെ കൃത്യമായിട്ട് ഉണരാനുമൊക്കെയുള്ള സിഗ്നൽ തന്നുകൊണ്ട് ഒരു 24 hour റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. മനസ്സിലാക്കാൻ കൂടുതൽ കാര്യങ്ങൾ. ദ പീനിയൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ഫോർബ്രെയിൻ. ഫോർബ്രെയിനിൻ്റെ ഡോർസൽ സൈഡിലായിട്ടാണ് പീനിയൽ ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പീനിയൽ സെക്രീറ്റ്സ് എ ഹോർമോൺ കാൾഡ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഓർക്കുക. പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാറ്റോണിൻ. മെലാറ്റോണിൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ റെഗുലേഷൻ ഓഫ് 24 hour റിതം. 24 hour റിതത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡയേണൽ റിതം ഓഫ് അവർ ബോഡി. പ്രത്യേകം ഓർക്കുക, മെലാറ്റോണിൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ റെഗുലേഷൻ ഓഫ് 24 hour റിതം ഓഫ് അവർ ബോഡി. സ്ലീപ്പ് വേക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ നോർമൽ റിതംസ് ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ, ഉറങ്ങാനും ഉണരാനുമുള്ള ആ ഒരു സൈക്കിൾ. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും പീനിയൽ ഗ്ലാൻഡിന് റോളുണ്ട്. In addition, melatonin also influence metabolism. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ സ്കിൻ പിഗ്മെൻറ്റേഷൻ, സ്കിന്നിൻ്റെ കളർ നിശ്ചയിക്കുന്നതിന് മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ നിശ്ചയിക്കുന്നതിൽ റോളുണ്ട്. ദ മെൻസ്ട്രൽ സൈക്കിൾ, ലേഡീസിനെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ സൈക്കിൾ ചക്രം, മെൻസ്ട്രൽ സൈക്കിൾ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ആസ് വെൽ ആസ് അവർ ഡിഫൻസ് കാപ്പബിലിറ്റി, രോഗപ്രതിരോധ സംവിധാനത്തിലും പങ്കുള്ള ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഓർക്കേണ്ട പോയിൻ്റാണ്, പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിനാണ് ഒരു 24 hour റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്ലാൻഡ്. അടുത്തതായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് പിക്ചറിൽ കാണുന്നത് പോലെ ഇതാണ് ട്രാക്കിയ, വിൻഡു പൈപ്പ്. ട്രാക്കിയയുടെ ഇരുവശത്തുമായിട്ട് 2 ദളങ്ങളോടുകൂടെ കാണുന്ന ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിലെ 2 ദളങ്ങളെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇസ്ത്മസ്. റൈറ്റ് ലോബിനെയും ലെഫ്റ്റ് ലോബിനെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇസ്ത്മസ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂവും കാണാൻ സാധിക്കും. തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 lobes which are located on either side of the trachea. ട്രാക്കിയയുടെ 2 വശത്തുമായിട്ട് കാണുന്നു. Both the lobes are interconnected with a thin flap of connective tissue called isthmus. The connective tissue which connect the left and right lobe of thyroid gland is known as the isthmus. ഇസ്മസ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളിക്കിൾസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ്. ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെയും ഒരു സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം സെൽസുകൾ കൂടി ചേർന്നിട്ടുള്ള കുറേ സെൽസിൻ്റെ കൂട്ടം, അതിനെയാണ് ഫോളിക്കിൾസ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിലെയും സെൽസുകൾ ഇങ്ങനെ ഫോളിക്കിൾസ് ആയിട്ട് കാണുകയും അതിൻ്റെ സെൻട്രലായിട്ടൊരു ക്യാവിറ്റിയോടുകൂടെ ഫോളിക്കിൾ സെൽസ് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിരിക്കും. അതിനിടയിലായിട്ട് സ്ട്രോമൽ ടിഷ്യൂസും ഉണ്ടാകും. ഫോളിക്കിൾ സെൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ട്രോമൽ ടിഷ്യൂസും ഉണ്ടാകും. ഈച്ച് തൈറോയിഡ് ഫോളിക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളിക്കുലാർ സെൽസ് എൻക്ലോസിങ് എ ക്യാവിറ്റി. ഒരു ക്യാവിറ്റി നടുവിലായിട്ട് നമുക്ക് സെൽസുകളുടെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ക്യാവിറ്റീസ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഫോളിക്കിൾ സെൽസ് ആണ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ തൈറോയിഡ് ഫോളിക്കിൾ സെൽസ് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ടെട്രാ ഐഡോ തൈറോണിൻ ഓർ തൈറോക്സിൻ ഓർ T4. തൈറോക്സിൻ എന്നാണ് നമ്മൾ സാധാരണ പേര് പറയുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും തൈറോക്സിൻ എന്ന് പറയും. ആ തൈറോക്സിന് കുറച്ചുകൂടെ കെമിക്കലി അതിൻ്റെ കെമിക്കൽ നാച്ചർ അനുസരിച്ച് ടെട്രാ അയഡോ തൈറോണിൻ. ടെട്രാ അയഡോ തൈറോണിൻ. തൈറോക്സിൻ്റെ സിന്തസിസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറലാണ് അയഡിൻ. ഇപ്പോൾ 4 അയഡിൻ മോളിക്യൂൾ ഉള്ളതുകൊണ്ട് ഇതിനെ ടെട്രാ ഐഡോ തൈറോണിൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ എസ് തൈറോക്സിൻ. T4 എന്നും 3 അയഡിൻ മോളിക്യൂൾ വരുന്നതിനെ ട്രൈ ഐഡോ തൈറോണിൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് നോൺ എസ് T3. ഇപ്പോൾ T3 ആൻഡ് T4 are the short forms of 2 hormones secreted by thyroid gland. The follicular cells of a thyroid gland secretes 2 hormones, tetraiodothyronin or thyroxine, or otherwise it is known as T4, triiodothyronin or T3. Iodine is essential for the normal rate of hormone synthesis in the thyroid gland. Deficiency of iodine in our diet result in hypothyroidism and enlargement of the thyroid gland, commonly called goiter. ഇപ്പോൾ ഗോയിറ്റർ എന്നൊരു ഡിസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഈ തൈറോയിഡ് ഗ്ലാൻഡ് ഇരിക്കുന്ന ഈ ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളി മുഴ വന്നതുപോലെ ഇവിടെ കാണാം. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ വലിപ്പം കൂടും. ആ ഡിസീസിനെ വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അയഡിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ ഈ തൈറോയിഡ് ഗ്ലാൻഡിന് വീക്കം ഉണ്ടാകും. അപ്പോൾ അത് ഹൈപ്പോതൈറോയിഡിസത്തിലേക്ക് നയിക്കും. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൻ്റെ അളവ് സെക്രീറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയുന്നതിനെയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ്. So it leads to the enlargement of thyroid gland. So it is commonly called as goiter. അതിനെ കോമൺലി വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു തൈറോയിഡും ഗോയിറ്റർ ബാധിച്ച ഒരു തൈറോയിഡുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ മനസ്സിലാക്കുക. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ് റിസൾട്ട് ഇൻ ഹൈപ്പോതൈറോയിഡിസം ആൻഡ് എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് വിച്ച് ഈസ് കോമൺലി കാൾഡ് ആസ് ഗോയിറ്റർ. ഇനി ഹൈപ്പോതൈറോയിഡിസം മറ്റൊരു വെർഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ക്രെറ്റിനിസം. ഗോയിറ്റർ പോലെ തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷന് പ്രഗ്നൻസി സ്റ്റേജിൽ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നമാണ് ക്രെറ്റിനിസം. ഹൈപ്പോതൈറോയിഡിസം ഡ്യൂറിങ് പ്രഗ്നൻസി കോസസ് ഡിഫക്റ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ദ ഗ്രോവിംഗ് ബേബി. കുഞ്ഞിൻ്റെ വളർച്ച മുരടിക്കുകയും ലീഡിങ് ടു സ്റ്റണ്ടഡ് ഗ്രോത്ത് വളർച്ച മുരടിക്കുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് ക്രെറ്റിനിസം എന്ന് വിളിക്കുന്നത്. മെൻ്റൽ റിട്ടാർഡേഷൻ, മാനസിക വളർച്ച ഉണ്ടാവില്ല. ലോ ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ്, IQ ഇൻ്റലിജൻറ്റ് കോഷ്യൻസ് കുറവായിരിക്കും. അബ്നോർമൽ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോകും. ഡെഫ് മ്യൂട്ടിസം കേൾവിക്കും കാഴ്ചയ്ക്കും കേൾവിക്കും അതുപോലെ തന്നെ സംസാരത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെയാണ് ഡെഫ് മ്യൂട്ടിസം എന്ന് വിളിക്കുന്നത്. Hypothyroidism during pregnancy causes a defective development and maturation of the growing baby, leading to cretinism. ക്രെറ്റിനിസത്തിൻ്റെ മറ്റൊരു ചില സിംറ്റംസ് ആണ് മെൻ്റൽ റിട്ടാർഡേഷൻ, ലോ ഇൻ്റലിജൻസ് കോഷ്യൻ്റ്, അബ്നോർമൽ സ്കിന്ന്, ഡെഫ് മ്യൂട്ടിസം. ഇനി ഹൈപ്പർ തൈറോയിഡിസം നോക്കാം. തൈറോയിഡ് സെക്രീഷൻ കൂടിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നം. ഡ്യൂ ടു ക്യാൻസർ ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡിന് ക്യാൻസർ വരികയോ ഓർ ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് ഓഫ് നോഡ്യൂൾസ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡിനകത്ത്
കുഞ്ഞു കുഞ്ഞ് നോഡ്യൂൾസുകൾ ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യും, പ്രൊജക്ഷൻസ് പോലെ, മുഴകൾ പോലെ. അതിനെയാണ് നോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, തൈറോയിഡിൻ്റെ സെക്രീഷൻ കൂടും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പം അതും നമ്മുടെ ബോഡി ആക്ടിവിറ്റിയെ മോശമായിട്ട് ബാധിക്കും. അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ ബോഡി ഫിസിയോളജി. ഡ്യൂ ടു ക്യാൻസർ ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ഓർ due to development of nodules of the thyroid glands, the rate of synthesis and secretion of the thyroid hormone is increased to abnormal high levels, leading to a condition called hyperthyroidism, which adversely affect the body physiology. ഈ ഹൈപ്പർതൈറോയിഡിസത്തിന് ഒരു എക്സാമ്പിളാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. is a form of hyperthyroidism characterized by enlargement of the thyroid gland. Thyroid gland enlarge ആവുക, protrusion of the eyeball, അതാണ് മെയിനായിട്ട് വരുന്ന സിംറ്റം എന്ന് പറയുന്നത്. ഐബോൾസിൻ്റെ വലിപ്പം കൂടുക. ഇൻക്രീസ്ഡ് ബേസൽ മെറ്റബോളിക് റേറ്റ്, ഇപ്പോൾ സാധാരണ ഉള്ള മെറ്റബോളിക് റേറ്റിനേക്കാളും വളരെ വേഗത്തിൽ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ വേഗത്തിൽ അങ്ങ് ദഹിച്ചു പോവുക. ആൻഡ് വെയ്റ്റ് ലോസ്, എന്നാൽ ശരീരം ഒട്ട് വണ്ണം വയ്ക്കില്ല, ശരീരം മെലിയുക. ഈ ഡിസീസിനെ മറ്റൊരു പേരിൽ കൂടെ വിളിക്കാറുണ്ട്, സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പേരാണ് ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസ് എന്നുള്ള പേരിലും വിളിക്കാറുണ്ട്. എക്സോപ്താൽമിക് ഗോയിറ്റർ ഈസ് എ ഫോം ഓഫ് ഹൈപ്പർതൈറോയിഡിസം ക്യാരക്ടറൈസ്ഡ് ബൈ എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ആവുക, പ്രൊട്രൂഷൻ ഓഫ് ദ ഐബോൾ, ആ ഒരു ക്യാരക്ടറിൽ നിന്നാണ് ഇതിനെ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയാനുള്ള കാരണവും. ഇൻക്രീസ്ഡ് മെയ്സൽ മെറ്റബോളിക് റേറ്റ്, വെയ്റ്റ് ലോസ്. അപ്പം അങ്ങനെ ഒത്തിരി സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഡിസീസിനെ മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടും, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രേവ്സ് ഡിസീസ്. Thyroid hormones play an important role in the regulation of basal metabolic rate. BMR എന്നുള്ള ഷോർട്ട് ഫോമിൽ പറയുന്നതാണ് ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നോർമലായിട്ടുള്ള മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡാണ്. ദീസ് ഹോർമോൺസ് ആൾസോ സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് റെഡ് ബ്ലഡ് സെൽ ഫോർമേഷൻ, RBCCയുടെ പ്രൊഡക്ഷൻ. റെഡ് ബോൺ മാരോയ്ക്കകത്ത് RBC സെൽസിൻ്റെ പ്രൊഡക്ഷന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റബോളിസത്തിന് സഹായിക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ശരീരത്തിലെ ജലത്തിൻ്റെ അവസ്ഥ, അതിൻ്റെ ബാലൻസ്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ്, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം തൈറോയിഡ് ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു ഹോർമോൺ കൂടെ ഓർക്കേണ്ടതുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ സെക്രീറ്റ് ചെയ്യുന്ന തൈറോ കാൽസിറ്റോണിൻ, TCT. തൈറോ കാൽസിറ്റോണിൻ എന്നൊരു ഹോർമോണുണ്ട്. അപ്പോൾ ഈ ഹോർമോണാണ് ബ്ലഡിലെ കാൽഷ്യത്തിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. റെഗുലേറ്റ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ, ബ്ലഡിലുള്ള കാൽഷ്യം അയോൺസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. ഇപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രധാനപ്പെട്ട ഹോർമോൺസുകൾ നേരത്തെ T3, T4 പറഞ്ഞു. അപ്പോൾ അതുകൂടാതെ ഒരു ഹോർമോൺ കൂടെ ഉണ്ട്, തൈറോ കാൽസിറ്റോണിൻ, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് TCT. ഷോർട്ട് ഫോമിൽ TCT എന്ന പേര് വിളിക്കുന്നു. എന്താണ് ഇതിൻ്റെ റോള്? റെഗുലേറ്റ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ, ബ്ലഡിലുള്ള കാൽഷ്യത്തിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ. തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പെയർ, ഓരോ ദളത്തിലും ഓരോ പെയർ വീതം കാണുന്ന മറ്റ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്നത് കൊണ്ട് അതിനെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. In humans, 4 parathyroid glands are present on the back side of the thyroid gland. One pair each in the 2 lobes of the thyroid gland. Thyroid gland ഓരോ പെയറിലും ഓരോ ദളത്തിലും ഓരോ ലോബിലും ഓരോ പെയർ കാണുന്നു, പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നു.
The parathyroid glands secrete a peptide hormone called parathyroid hormone, or otherwise it is known as PTH. PTH എന്നുള്ള ഷോർട്ട് ഫോമിൽ വിളിക്കുന്നു പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ പാരാതൈറോയിഡ് ഹോർമോൺ അഥവാ PTH എന്ന് വിളിക്കുന്നു. The secretion of PTH is regulated by the circulating levels of calcium ions. അപ്പോൾ PTHന്റെ അളവും റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് കാൽഷ്യം അയോൺസ്, ബ്ലഡിലെ കാൽഷ്യം അയോൺസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ തൈറോകാൽസിറ്റോണിനോടൊപ്പം കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ഇത് മോണിറ്റർ ചെയ്യുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡും കൂടെയാണ്. പാരാതൈറോയിഡ് ഹോർമോൺ ഇൻക്രീസസ് ദ കാൽഷ്യം ലെവൽസ് ഇൻ ദ ബ്ലഡ്. അപ്പം ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് കൂട്ടുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. PTH ഇൻക്രീസസ് ദ കാൽഷ്യം ലെവൽസ് ഇൻ ദ ബ്ലഡ്. കാൽഷ്യം ലെവൽ ബ്ലഡിൽ കൂട്ടും. എങ്ങനെയൊക്കെ കൂട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PTH ആക്ട്സ് ഓൺ ബോൺസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ബോൺ റിസോർപ്ഷൻ ഓർ ഡിസൊല്യൂഷൻ ഓർ ഡീമിനറലൈസേഷൻ. അപ്പോൾ എങ്ങനെയാണ് കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലിലും പല്ലിലും ഒക്കെ നമുക്കറിയാം ബോൺസിലൊക്കെ ധാരാളം കാൽഷ്യം ഫോസ്ഫേറ്റും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാൽഷ്യത്തിനെ അലിയിപ്പിക്കുക എന്നുള്ളതാണ്, ഡിസൊല്യൂഷൻ നടത്തുക. കാൽഷ്യം അയോൺസിനെ ഡിസൊല്യൂഷൻ നടത്തുക അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ നടത്തുക. കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിനെ ഡീമിനറലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും കാൽഷ്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ നടത്തിയിട്ട് കാൽഷ്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ബോൺ റിസോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബോൺസിൽ ഉള്ള കാൽഷ്യത്തിനെ അലിയിപ്പിച്ച് അതിനെ ബ്ലഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ജോലി ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. അറിയാം, കാൽഷ്യത്തിന് മസിൽ കോൺട്രാക്ഷനൊക്കെ ഉള്ള പങ്ക് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. PTH also stimulates reabsorption of calcium by the renal tubules. ഇപ്പോൾ ബോൺസിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ബോൺസിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യത്തിനെ ഡീമിനറലൈസ് ചെയ്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കിഡ്നി ട്യൂബ്യൂൾസിൽ നിന്നും കൂടുതൽ കാൽഷ്യം റീഅബ്സോർഷൻ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും. അതുപോലെ തന്നെ ഫുഡിൽ നിന്നും കാൽഷ്യത്തിൻ്റെ അളവ് മാക്സിമം റീഅബ്സോർഷൻ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും. അപ്പോൾ ഈ രീതിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് ബ്ലഡിൽ കൂട്ടും. അപ്പോൾ ബോൺസിൽ ഉള്ള കാൽഷ്യത്തിനെ ഡീമിനറലൈസ് ചെയ്ത് ഡിസൊല്യൂഷൻ നടത്തി ബ്ലഡിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ കൂടുതലായിട്ട് കാൽഷ്യത്തിനെ ഫുഡിൽ നിന്നും ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡിൽ നിന്നും അബ്സോർബ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുന്നു. അതുപോലെ കിഡ്നി ട്യൂബ്യൂൾസിൽ നിന്നും കൂടുതൽ കാൽഷ്യം അയോൺസിന് റീഅബ്സോർപ്ഷൻ നടത്താനുള്ള സിഗ്നൽ കൊടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. It is thus clear that PTH is a hypercalcemic hormone. That is, it increases the blood calcium levels. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കൂട്ടുന്ന ഹോർമോൺ ആയതുകൊണ്ട് ഇതിനെ ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടുന്നു. Along with the TCT, it plays a significant role in the calcium balance in the body. TCT means thyrocalcitonin. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൈറോകാൽസിറ്റോണിനുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. കാൽസിറ്റോണിന് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ്. ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് നോർമൽ ലെവലിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ അത് ബോൺസിലും മറ്റുമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ അത് കൂട്ടുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. അങ്ങനെ TCTയുമായിട്ട് ചേർന്നുകൊണ്ട് ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻ്റ് റോൾ ഇൻ ദ കാൽഷ്യം ബാലൻസ് ഇൻ ദ ബോഡി. ഇനി അടുത്ത തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. The thymus gland is a lobular structure located between lungs behind sternum on the ventral side of aorta. നമ്മുടെ തൈമസ് ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബിറ്റ്വീൻ ലങ്സ്, നമ്മുടെ രണ്ട് ലങ്സിൻ്റെയും ഇടയിലായിട്ട്, ബിഹൈൻഡ് സ്റ്റേണം, സ്റ്റേണത്തിന് പുറകിലായിട്ട്. സ്റ്റേണം എന്നൊരു ബോൺ ഇവിടെ ഉള്ളതറിയാമല്ലോ, ബ്രസ്റ്റ് ബോൺ, സ്റ്റേണം. അപ്പോൾ സ്റ്റേണത്തിന് പുറകിലായിട്ട് ഓൺ ദ വെൻട്രൽ സൈഡ് ഓഫ് അയോർട്ട,
അയോർട്ട, ഹാർട്ടിലെ അയോർട്ട ബ്ലഡ് വെസൽസിൻ്റെ വെൻട്രൽ സൈഡിലായിട്ട് വരത്തക്ക രീതിയിലാണ് ഈ തൈമസ് ഗ്ലാൻഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The thymus plays a major role in the development of the immune system. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് തൈമസ്. This gland secretes the peptide hormone called thymosin. ഇപ്പോൾ തൈമോസിൻ എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോൺ, അമിനോ ആസിഡുകൾ ചേർന്നിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റാണ് പെപ്റ്റൈഡ്. പെപ്റ്റൈഡ് ഹോർമോണാണ് തൈമോസിൻ. അപ്പോൾ തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് തൈമസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. തൈമോസിൻസ് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഡിഫറൻഷിയേഷൻ ഓഫ് T lymphocytes which provide സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. തൈമോസിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷൻ ഓഫ് T lymphocytes. അപ്പം ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന WBC അറിയാമായിരിക്കും. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കളെ നശിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന WBC ആണ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് രണ്ട് ടൈപ്പ് ലിംഫോസൈറ്റ്സ് ഉണ്ട്. T lymphocytes ഉണ്ട്. T lymphocytes എന്ന് പറഞ്ഞാൽ തൈമസിൽ മെച്ചുറായിട്ട് ആകുന്ന ലിംഫോസൈറ്റ്സ് ആണ്. അതുപോലെ B lymphocytes ഉണ്ട്. ബോൺ മാരോയിൽ വെച്ച് മെച്ചുർ ആകുന്ന ലിംഫോസൈറ്റ്സ്, ഡിഫറൻഷിയേഷൻ നടക്കുന്ന ലിംഫോസൈറ്റ്സ്. അപ്പോൾ തൈമോസിന് പ്ലേ എ മേജർ റോൾ ഇൻ ദ ഡിഫറൻഷിയേഷൻ ഓഫ് T lymphocytes. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൽ വെച്ച് മെച്ചുർ ആകുന്ന ലിംഫോസൈറ്റാണ് T lymphocytes വിച്ച് പ്രൊവൈഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രോഗാണുക്കളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന, റെക്കഗ്നൈസ് ചെയ്യാൻ സഹായിക്കുന്ന ലിംഫോസൈറ്റുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. In addition, thymosin also promote production of antibodies to provide humoral immunity. ഇപ്പോൾ രണ്ട് ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആൻറ്റിബോഡീസ് വഴി കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ രോഗാണുക്കളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ലിംഫോസൈറ്റുകൾ ഉൾപ്പെടുന്ന ഇമ്മ്യൂണിറ്റിയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത്. ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രോഗാണുവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള കുറേ മെമ്മറി സെൽസുകൾ ഉണ്ടാകും. നമ്മൾ വാക്സിനേഷൻ എന്ന പ്രോസസ്സ് വഴി ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ നമ്മുടെ കോവിഡ് വാക്സിനൊക്കെ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ആ കോവിഡ് വൈറസിനെ മനസ്സിലാക്കാൻ കഴിവുള്ള T ലിംഫോസൈറ്റുകൾ നമ്മളുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കിട്ടും. ആ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റിബോഡീസ് വഴി കിട്ടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കും ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിക്കും ഈ തൈമോസിൻസ് സഹായിക്കുന്നു. തൈമസ് ഈസ് ഡീജനറേറ്റഡ് ഇൻ ഓൾഡ് ഇൻഡിവിജ്വൽസ് റിസൾട്ടിങ് ഇൻ എ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈമോസിൻസ്. ഈ ഒരു തൈമസ് ഗ്ലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അഡൽട്ട് സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് ഡീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. അഡൽട്ട്സിൽ ഇത് ഡീജനറേറ്റ് ചെയ്യും, ചുരുങ്ങി ശുഷ്കമായി പോകും, ഫങ്ഷൻലെസ് ആയിപ്പോവും. അതുകൊണ്ടാണ് മുതിർന്ന ആൾക്കാർക്ക് രോഗപ്രതിരോധ ശേഷി കുഞ്ഞുങ്ങളുടെ അത്രയും ഉണ്ടാവില്ല. ആസ് എ റിസൾട്ട് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ഓൾഡ് പേഴ്സൺസ് ബിക്കം വീക്ക്. മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധ ശേഷി കുറവാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ തൈമസ് ഗ്ലാൻഡ് അങ്ങ് ശുഷ്കിച്ച് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. തൈമോസിൻസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തൈമസ് ഈസ് ഡീജനറേറ്റഡ് ഇൻ ഓൾഡ് ഇൻഡിവിജ്വൽസ് റിസൾട്ടിങ് ഇൻ എ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് തൈമോസിൻസ്. ആസ് എ റിസൾട്ട് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ഓൾഡ് പേഴ്സൺസ് ബിക്കം വീക്ക്. For video lessons, please subscribe TLP's biology classes. Thank you.